എന്റെ ബെഡി വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവര് ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നിക്ക് മോനെ നിക്ക്, കാണിക്കാൻ പോലത്തെ കാര്യം നിങ്ങൾ ഇട്ടും കാണിച്ചത് എന്താ കാണിച്ചത്? കാണിക്കാൻ പാടില്ലാത്ത എന്തോ കാര്യം നിങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് അനുമോൾ പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 29 റിവ്യൂ ആണ്. അങ്ങ് ദൂരെ ഉയരങ്ങളിൽ ആകാശത്തേക്ക് ഇങ്ങനെ പാറി പാറി മേഘങ്ങളിൽ തട്ടി ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ച്ചിട്ടാണ് അനുമോൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. SC ചെല്ലുന്നതിന് മുന്നേ തന്നെ അനുമോൾ അവിടെ ചെന്ന് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ടേക്ക് ഇനി വരണ്ട, ഇങ്ങോട്ടേക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട. അത്ര ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, അത്ര അധികം വെറുപ്പിച്ചിരിക്കുന്നു. അത്ര മോശമായിട്ടുള്ള ചീപ്പ് നമ്പർ ഇറക്കുന്ന ഒരു ആള് 2025 എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഈ കാലഘട്ടത്തിൽ ഇമാതിരി റേഞ്ചിൽ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടോ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ജനറൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. പിന്നെ എനിക്ക് അതിനകത്ത് വേറെ കുറച്ച് പരാതിയുണ്ട് കേട്ടോ. ആ കൂട്ടത്തിലുള്ള ഒരൊറ്റ എണ്ണം എനിക്ക് തോന്നുന്നു ആ ശൈത്യക്ക് കുറച്ചെങ്കിലും ഒരു ബോധമൊക്കെ ഉണ്ട്. വേറെയുള്ള ഒരൊറ്റ സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഈ ഒരു കാര്യത്തിനെതിരെ പറയാനായിട്ടില്ല. വേറെ ഇന്നലെ ഒരെണ്ണം വന്നായിരുന്നല്ലോ, വൻ ഷോ കാണിച്ചിട്ട് UK ലക്ഷ്മി. അതൊക്കെ എന്ത് ബോധത്തോടെയാണ് ആ ഒരു സ്ത്രീയൊക്കെ സംസാരിക്കുന്നത്? ഇവരൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് പിറകിലേക്കാണ് പോകുന്നത്. എന്ത് സംസാരിക്കണം, എന്ത് കാര്യത്തിൽ ഇടപെടണം, ഏതൊരു കാര്യം ചർച്ചയാക്കണം എന്നതിനെക്കുറിച്ചിട്ട് ഒരൊറ്റ ബോധമില്ല. കാര്യം ഈ അക്ബറിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും തോന്നത്തില്ല, ചെറിയൊരു ബുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അക്ബറൊക്കെ പറയുന്നതിനകത്ത് കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഇതിനൊന്നും എതിരെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടോ പ്രതികരിക്കാനായിട്ടോ ആളില്ല. അതൊരു പ്രശ്നമായിട്ട് എടുത്തിടുകയാണ്. ഒരു കണ്ടന്റിന് വേണ്ടി എല്ലാ ആളുകളും കൂടെ അതിനകത്തേക്ക് ഇടപെടുകയാണ്. അതേപോലെ ആദില നൂറ, എനിക്ക് ആ ഒരു ടീംസിനെ ഇപ്പോൾ തീരെ അങ്ങോട്ട് പറ്റണില്ല. കഴിഞ്ഞ ദിവസം ഈ ടീംസിനെ കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആദില നൂറ ആരാണ്, അനു ആരാണ്, എന്തൊക്കെയാണ് ഇവരുടെ കയ്യിലുള്ള കാർഡുകൾ, എന്തൊക്കെയാണ് ഇവരുടെ ഒരു പുരോഗമന ചിന്താഗതി എന്നതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. വളരെ റിഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ, ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് തള്ളുന്ന, അത് വെച്ച് ഗെയിം കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബോധമില്ലാത്ത കുറേ എണ്ണം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ സ്ത്രീകളിൽ രക്ഷപ്പെട്ടിപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് എനിക്ക് തോന്നുന്നത് റെനയാണ്. ബിന്നിക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയോ പ്രശ്നമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതാണോ ഈ സീസണിലെ ഗെയിം? പിന്നെ ഇത് ജിസേലും ആര്യനും ഇടപെട്ടിട്ടുള്ള ഒരു കേസാണ്, അവരുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ അവരുടെ അടുത്ത് സപ്പോർട്ടിന് നിന്ന് കഴിഞ്ഞാൽ പുറത്തിനി ഒരു നെഗറ്റീവ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടില്ലേ? ഒരു നിലപാടും ഇല്ലാത്ത, ഒരു ബോധവും ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ്. അവരിൽ പല ആളുകൾക്കറിയാം ഇത് റോങ് ആണ്, അവർ ഉള്ളിൽ റോങ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈവൻ ആദിലയ്ക്ക് നൂറയ്ക്ക് പോലും അനുവിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത്. പുറത്ത് ഇനിയിപ്പോൾ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ഈ ജിസേൽ ആര്യൻ്റെ ആ ഒരു സംഭവം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള സിറ്റുവേഷനൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഒന്നും അറിയാതെ മിണ്ടാതെ അങ്ങ് നിന്നേക്കാം. ഏറ്റവും മോശമായിട്ടുള്ള കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ച് പോകുന്ന തരത്തിലേക്കുള്ള ഗെയിമാണ് അവിടെയുള്ള ആളുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അനുമോള് മൊണ്ണ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആണുങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു നിലപാട് അവിടെ ഉണ്ട്. അനുമോള് പത്തറ്റിക് എന്ന് തന്നെ പറയേണ്ടി വരും. ആനിമോൾ ഒരുമാതിരി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ഈ ആണുങ്ങളോടുള്ള പക വെച്ച്, അല്ലെങ്കിൽ ജിസേലിനോടുള്ള പക വെച്ചിട്ട് ചുമ്മാ വായി തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ്. അനുമോൾ കണ്ടുപോലും, എന്ത് കണ്ടു? ഒരു ആണും പെണ്ണും ചേരുന്ന സമയത്ത് പിന്നെ എന്തൊക്കെ നമുക്കറിയത്തില്ല. എന്തൊക്കെയാണ് അനുമോൾ കാണും പെണ്ണും ഇങ്ങനെ ചേർന്ന് വരുമ്പോഴത്തേനും പിന്നെ ഒന്നുമില്ല, പിന്നെ വേറെ എന്തൊക്കെ? അത് അനുമോളുടെ ചിന്തയാണ്. ഈ ലൈവിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ക്ലിപ്പ് അനുമോളുടെ ഫാൻസോ അല്ലെങ്കിൽ ഏതോ കുറേ മോശം ടീമുകളെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ട്രോളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അമ്മർക്ക് വലിയൊരു സുഖം കിട്ടി കാണും. അങ്ങനെ സുഖമുള്ള ആളുകളാണ് കേരളത്തിലൊരു മജോറിറ്റി എന്ന് വിചാരിച്ചിട്ട് എടുത്തങ്ങോട്ട് ഇടുകയാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഓക്കെ, അവിടെ 2 കണ്ടസ്റ്റൻസ് ഉണ്ട്, ജിസേലും ആര്യനും പോലെയുള്ള 2 കണ്ടസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 2 കണ്ടസ്റ്റൻസ് ഒന്നിച്ചൊരു ബെഡിൽ കിടക്കുകയാണ്. അവർ രാത്രിയിൽ പുതച്ച് മൂടി കിടക്കുകയാണ്. റൂളിന് വിരുദ്ധമൊന്നുമല്ല, ബിഗ് ബോസ് അങ്ങനെ കിടക്കരുതെന്ന് പറയുന്നില്ല. അവർ കിടക്കുകയാണ്, പുതച്ച് മൂടി കിടക്കുകയാണ്. ആ ഒരു പുതപ്പിന് താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രേക്ഷകർക്കില്ല പ്രശ്നം. ആ ഒരു പുതപ്പിന് താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇല്ല പ്രശ്നം. ഇനി അവർ കിസ് ചെയ്താലും ഇതൊക്കെ എന്ത് പ്രശ്നമാണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സമ്മതത്തോടെ ഒന്നിച്ച് കിടക്കുന്നതിന് എന്താണ് പ്രശ്നം? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സെക്ഷുവലായിട്ടുള്ള അത് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആണ്.
അവരുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, എഡിറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലൈവൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും, സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർ സ്വിച്ച് ചെയ്തോളും, അവരത് പുറത്തേക്ക് വിടാതിരുന്നോളും. അവിടെ നിന്നൊരു സാധനം പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ കാണാനായിട്ട് പറ്റുന്ന സംഗതികളൊക്കെ തന്നെയാണ്. 16 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ്, ടി വിയിൽ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെൻസറിങ് എല്ലാം ചെയ്ത് സെൻസറിങ്ങിനൊക്കെ വിധേയമായിട്ട് വരുന്ന ഒരു സംഭവത്തിൽ അശ്ലീലം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പോൾ ഏത് ഫാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് ഫാൻസുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമില്ല. ഇനിയിപ്പോൾ പ്രേക്ഷകർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിളിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അങ്ങനെ അവർ ചെയ്തോ, അങ്ങനെ അവർ ഒന്നിച്ചിരുന്നോ എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലേക്കുള്ള നാമമാത്രമായിട്ടുള്ള കുറച്ച് പ്രാചീന ശിലായുഗ വാനമേഘങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം അല്ലാത്ത ടീംസൊന്നും ഈ അനിമോളുടെ ഗെയിമിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. അതെങ്ങനെയാണ് മറ്റേ അതിൻ്റെ പേര് ഞാനൊന്നും മറന്നുപോയല്ലോ, മറ്റേ ചാർ മാജിക്, അതിനകത്തെ ചളി മാജിക്കൊക്കെ അടിച്ച് ആൾക്കാരെ അമ്പരിപ്പിച്ചിരുന്ന ടീംസിനൊപ്പം വളർന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരിൽ ചില ആളുകളും അവിടെ ഉണ്ടാവും, സ്ഥിരമായിട്ട് എയറിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഏതായാലും പ്രേക്ഷകർക്ക് 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇവരെ തിരിച്ചെത്തിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആദ്യ ആഴ്ചകളിലൊക്കെ ഇവരെക്കുറിച്ചിട്ട് വിമർശനങ്ങൾ പറയുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പ്രശ്നം നമുക്കറിയാമല്ലോ. ഓരോ ആളുകളുടെ സമീപനം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ ബിഗ് ബോസിന് TRP ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അനിമോൾ. ബിഗ് ബോസിനെ ചാർ മാജിക്കിൻ്റെ ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ എന്ത് ഓടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കമൻട്രി പോലെ പറയുന്ന ഒരു പരിപാടി പതുക്കെ അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അത് ബോറിംഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ പറയാം. ഈ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്മ മെയിലുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും പാചകം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. പുറത്ത് പുള്ളിക്കാരുടെ ഒരു പരിപാടി അതൊക്കെ തന്നെയാണ്. ലക്ഷ്മിയുടെ ഒരു ഗെയിം പ്രൊഫൈലിനെ നമുക്ക് കഴിഞ്ഞ തവണത്തെ അഭിഷേകിൻ്റെ ഒരു പ്രൊഫൈലുമായിട്ടൊക്കെ മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവരിങ്ങനെ വൻ നെഗറ്റീവ് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ലക്ഷ്മി പറയുന്നതിനകത്ത് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മിക്ക് വേറെ വലിയ വകതിരിവും ബുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിനകത്ത് ഇടപെടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായേനെ. ലക്ഷ്മി ഈ ഗെയിമിലെ കുറേയധികം ന്യൂനതകൾ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ ഗെയിമിൽ ന്യൂനതകൾ കണ്ടുവച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു രീതിക്ക് പിടിക്കാനായിട്ടാണ് ലക്ഷ്മി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലക്ഷ്മി വളരെ സൂപ്പർഫിഷ്യലായിട്ട് ഗെയിമിനെ നോക്കി കണ്ടതുകൊണ്ടാണ് അനിമോളെയൊക്കെ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള അമിത ആവേശമൊക്കെ പ്രകടിപ്പിച്ചത്. കിച്ചനൊക്കെ നേരത്തെ ടാർഗറ്റ് ചെയ്ത് വരുന്നത് വളരെ നമുക്ക് എന്നാ പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ വരുന്ന സംഗതിയാണ്. കിച്ചണിലാണ് ഗെയിമൊക്കെ നടക്കുന്നത്, കിച്ചണിലാണ് ഒത്തിരിയധികം ആക്ടിവിറ്റികൾ നടക്കുന്നത്. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ലക്ഷ്മി വരുന്ന സമയത്ത് തന്നെ ലക്ഷ്മി എല്ലാവരോടും പറയുന്നുണ്ട് ഇവിടേക്ക് ആർക്കും വരാട്ടോ, എല്ലാവരും വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ അലമുണ്ടാക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. ലക്ഷ്മി രാവിലെ കിച്ചണിലേക്കാണ് ചെന്നത്. കിച്ചണിലേക്ക് ചെന്ന സമയത്ത് അവിടെ ലക്ഷ്മിയുടെ കയ്യിൽ പോയിൻ്റുണ്ട്, ഭക്ഷണമില്ല. ആരോടാണ് പറയണത്? ഷാനവാസിനോട്. ഷാനവാസ് ആണെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ആകെ മൊത്തത്തിൽ അന്താളിച്ച് നടക്കുകയാണ്. പുള്ളിയെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. പുള്ളിക്കാരന് മൊത്തത്തിൽ ഇങ്ങനെ സ്ട്രെസ്സ് കയറി, പ്രഷർ കയറി, തലങ്ങും വിലങ്ങും നടന്ന് ആരെങ്കിലുമൊക്കെ 10 ആക്രോശിച്ചിട്ടൊക്കെ പോണ പരിപാടിയാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല, ബ്രേക്ക്ഫാസ്റ്റ് സമയമായില്ല. അവിടെ മറ്റേ അപ്പാനി മഹാരാജാവും ഷാനവാസ് എംബ്രാനും എല്ലാം ഒരു ടൈം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ. അതൊക്കെ എന്തോ അലിഖിത നിയമമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിച്ചൺ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ കിച്ചൺ ടീമിലാണ്, ഞങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളൊക്കെ തിന്നാൽ മതി എന്ന് പറയുന്ന സെറ്റപ്പാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അവരത് പറഞ്ഞു എപ്പിസോഡിൽ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവർ സഹായിക്കാൻ റെഡിയാണ്. അവരെന്തൊക്കെ ചെയ്യണം, ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് രാവിലെ സംസാരിച്ചത്. പക്ഷേ ഇവർ അമ്മനും വെല്ലിനും എടുക്കുന്നില്ല. അപ്പാന് പറയുന്നത് ലക്ഷ്മിയുടെ സൗകര്യത്തിനൊന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളുടെ സൗകര്യം എന്നുള്ളതല്ല, ഇത് ഓരോ ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടാസ്ക്കാണ്. ഇത് വൃത്തിയായിട്ട് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഒരു ടാസ്ക് മനോഹരമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഗെയിം കൊണ്ടുപോകേണ്ടത് ബാക്കിയുള്ള ആളുകളാണ്. അതിനുള്ള ഇനീഷ്യേറ്റീവ് ഒന്നും ബാക്കിയുള്ള ആളുകൾ അവിടെ എടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു അടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവുക, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി തോന്നി ഇവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള കുറേ വാക്കുകൾ വിളിക്കുക എന്നുള്ളത് ഇവർക്കുള്ളൂ. ഈ അനിമോൾ ആദ്യ ദിവസം എഴുന്നേറ്റ് കിച്ചണിൽ വെളുപ്പിനെ പണി തുടങ്ങിയതാണ്. എന്നാൽ പിന്നീട് ആരും കൂടെ സഹകരിക്കുന്നില്ല. പിന്നെ വേറൊരു സംഗതിയുണ്ട്, ഈ റേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എന്ത് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സാണ്. ഷാനവാസ് ഒന്നും ഈ പരിപാടിയൊന്നും മുന്നേ കണ്ടിട്ടില്ലേ? ആപ്പിളൊക്കെ ഇവരുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. ശരിക്കും ആ ഒരു വിതരണം ഉള്ളതുകൊണ്ട് ഇവർ വിചാരിക്കുന്നത് ഇതെന്തോ വലിയ ഗെയിമാണ്, തങ്ങളുടെ കയ്യിൽ കൺട്രോൾ വരുന്നത്. അങ്ങനെയല്ല, സമയം പോവുകയാണ്.
ക്വാളിറ്റി ടൈം പോവുകയാണ്. വെറുതെ ആപ്പിൾ എടുത്തുകൊണ്ട് പോയ കേസിനൊക്കെ വൻ അലമ്പ്. കഴിഞ്ഞ സീസണിലൊക്കെ എങ്ങനെയായിരുന്നു? ആപ്പിൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആളുകൾക്ക് 1-2 ആപ്പിൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആപ്പിൾ കൊടുക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിലേക്ക് കൂടുതൽ ഇറങ്ങാൻ പറ്റും. വിശക്കുന്ന സമയത്ത് കയ്യിലുള്ള ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകുന്ന സമയത്തും ഭക്ഷണം വേണ്ട എന്നുണ്ടെങ്കിൽ ആപ്പിൾ കഴിച്ചാൽ മതി. അപ്പോൾ അവരങ്ങനെ ഭക്ഷണമൊക്കെ ഓരോ ആളുകൾക്ക് ഇൻഡിവിജ്വലി ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. ചിലപ്പോൾ അത് ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ഗെയിം പോകുന്നത്. ഇവിടെ ഓരോ ആളുകൾ അവർക്കുള്ള ആപ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് ഷാനവാസ് വന്നലമ്പ് പിടിച്ചു പറിച്ചൊക്കെ വാങ്ങിച്ചു വെക്കുന്നു. എന്നിട്ട് കടിച്ച് തിന്നുകൊണ്ടൊക്കെ കലിപ്പാവുന്നു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റിലാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇപ്പോൾ പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള പൂക്കളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവർ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ചെമ്മന്ന മൂഡിലുള്ള പൂക്കളമായിരുന്നു. രമ്യ നമ്പീഷിനും ജസ്റ്റിൻ വർഗീസും വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റുകളായിട്ട്. അവർ നല്ല പാട്ടുകളൊക്കെ പാടി ത്രികോണ മധ്യേ പാട്ട് അദ്ദേഹം ആലപിച്ചു. ആ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് അവരകത്തേക്ക് വന്നത്. രമ്യ നമ്പീഷും പിന്നെ അറിയാമല്ലോ, നല്ല രസമായിട്ട് ഇതുപോലുള്ള വേദികളിൽ പാടും. നല്ല രസമായിട്ട് പുള്ളിക്കാരി ആ ഒരു ടൈം മാനേജ് ചെയ്തു. നല്ല രസമായിരുന്നു. കണ്ടസ്റ്റൻസും വളരെയധികം ഹാപ്പി ആയിരുന്നു. ഈ കണ്ടസ്റ്റൻസിൽ ഓരോ ആളുകളുടെയും ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കണമായിരുന്നു. ഓരോ മിനിറ്റ് വെച്ചിട്ട് ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ചില ഓർമ്മകളൊക്കെയാണ് അപ്പാനിയും അതേപോലെ തന്നെ റെയ്നയൊക്കെ പങ്കുവെച്ചത്. എല്ലാ ആളുകളുടെയും ഓണ ഓർമ്മകളിൽ പൂക്കളമുണ്ട്, അതേപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, വെള്ളം കളിയുണ്ട്, വെള്ളാടിയുണ്ട്, എല്ലാ പരിപാടിയുണ്ട്, സദ്യയുണ്ട്. ജിസേലിന് നോർത്ത് ഇന്ത്യയിൽ പോലും ഓണം ഉണ്ടായിരുന്നു. പക്ഷേ ഓണസദ്യ ഉണ്ടാക്കുന്ന വല്യമ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അമ്മയുടെ ചേച്ചിയും കണ്ടാണ് മരിച്ചത്. അതിൻ്റെ ഒരു വിഷമം ജിസേലിനുണ്ട്. കരയുന്നു, ബാക്കിയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുന്നു. ആ ഒരു സമയത്തിനോടും ആ ഒരു ടാസ്കിനോടും നീതി പുലർത്തിയ ഒരു പരിപാടി. അവസാനം റെനയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ ഓർമ്മകൾ പങ്കുവച്ചതിനുള്ള സമ്മാനം ഒരു പായസ കിറ്റ് ലഭിക്കുന്നുണ്ട്. അനുമോൾക്ക് കുറേയധികം സ്പേസ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു ഇത്. അനുമോൾ വൻ നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് സ്പേസ് കൊടുക്കും. കാരണം അവർ കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാൻ വേണ്ടി സ്പേസ് കൊടുക്കും. കഴിഞ്ഞ സീസണുകളിലൊക്കെ അനാവശ്യമായിട്ട് ആളുകളെ നെഗറ്റീവ് ആക്കുന്ന തരത്തിലേക്കുള്ള എഡിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഈ സീസണിൽ ഇവർ നെഗറ്റീവാണ്. അനു പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവാണ്. അതേപോലെ തന്നെ അനുവിൻ്റെ ഡ്രാമയായിട്ട് എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകടനമൊക്കെ കള്ളം പറയുന്ന സമയത്ത്, പിടിച്ച് നിൽക്കാൻ വേണ്ടി കള്ളം പറയുന്ന സമയത്ത് അത് ഇത്തിരി സെൻസിറ്റീവാണ്. അത് ഒരാളെ തീർക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണെന്നുള്ള മൈൻഡോടെ പറയുന്ന സമയത്ത് ഒരു കരച്ചിലില്ല, ഒരു പരിപാടിയില്ല, ഒരു വിമർശനങ്ങൾക്കും ഒരു പൊട്ടിത്തെറിയില്ല, ഇമോഷണൽ ബ്രേക്ക് ഡൗണും ഇല്ല. ഇന്ന് ഒരു നാടകവും ഇല്ല. കാരണം അനു ഉറപ്പിച്ചു മസ്താനി ഉണ്ട് കൂടെ, പുറത്തെന്തോ നെഗറ്റീവ് ഉണ്ട്, ഇവർക്കെതിരെ എന്തോ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ അങ്ങ് അറിഞ്ഞു കളിച്ചേക്കാം. ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ, നിലവാരത്തോടെ ചിന്തിക്കാനായിട്ടുള്ള ബോധമില്ലാത്തതുകൊണ്ട് നല്ല കോൺഫിഡൻസ് അനുമോൾക്കുണ്ടായിരുന്നു. അനു അവിടെ നിന്നിട്ട് കിച്ചണിൽ നിന്ന് മാറ്റിയല്ലോ, കിച്ചണിൽ നിന്ന് മാറ്റിയതിൻ്റെ പിണക്കം പങ്കുവെക്കുകയാണ്. ഓരോ ക്യാപ്റ്റൻ കിച്ചണിൽ നിന്ന് മാറ്റി, കിച്ചണിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ 4 കൂട്ടം പായസം വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയേനെ എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിൽ അവിടെ ഇരുന്നിട്ട് പറയാണ്. ഒന്നും വായി വെക്കാൻ കൊള്ളില്ല, അമ്മായി ടോക്ക്, ഒന്നും വായി വെക്കാൻ കൊള്ളത്തില്ല, ഇന്നലെ ചോറുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ പറയുന്ന ഏതോ ഒരു ശിലായുഗ വസന്തത്തെ പോലെയാണ് അനുമോൾ ഹൗസിൽ മൊത്തം ഇങ്ങനെ പരതി നടക്കുന്നത്. അങ്ങനെ പരതി നടക്കുന്ന സമയത്താണ് അനുമോളുടെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സീൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ വക ഉണ്ടായത്. അനുമോൾ നിൽക്കുന്ന ഫ്രെയിമിൽ ജിസയിലും ആര്യനും കിടക്കുന്നു. എന്തായിരുന്നു കളി! അപ്പോൾ ആ ഒരു മൂഡ് ടീമാണ് അനുമോൾ. ഇതിനുശേഷം നിവിൻ, ക്യാപ്റ്റനായിട്ടുള്ള നിവിൻ ഓരോ ടീമുകളെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. നിവിൻ്റെ ക്യാപ്റ്റൻസി കുഴപ്പമില്ല, നിവിൻ കൊള്ളാം, നിവിന് ഒരു ഗെയിമുണ്ട്, നിവിൻ ആ ഒരു ഗെയിമിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിവൈഡിങ് ആയിട്ട് എനിക്ക് തോന്നി. കിച്ചണിലെ ടീമെന്ന് പറയുന്നത് രാവിലെ കിച്ചണുമായി ബന്ധപ്പെട്ട് അലമ്പുണ്ടാക്കിയ ലക്ഷ്മി ക്യാപ്റ്റനായിട്ടുള്ള ടീമാണ്. നമ്മുടെ പ്രവീണുണ്ട്, ആദിലുണ്ട്, അനുമോളുണ്ട്, ജിഷിനുണ്ട്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഹൈജീന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എല്ലാ ആളുകളെയും കിച്ചണിലേക്ക് വെൽക്കം ഒക്കെ ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കിച്ചണെ മാറ്റാൻ വേണ്ടി പോകുന്നത്. അത് നല്ല കണ്ടന്റ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടന്റ് മാറിപ്പോയില്ലേ. അനുമോൾ സന്തോഷത്തോടെ ആ കിച്ചണിൽ നിന്ന് കളി അങ്ങോട്ട് കസറും എന്നുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. പിന്നീട് അനുമോൾ കഷ്ടപ്പെട്ട് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ ബെഡ്റൂമിൽ വൻ സംസാരം. അനുമോൾ, എൻ്റെ അമ്മ അവിടെയാണോ കണ്ടന്റ്, അങ്ങടേക്ക് പോയാലോ, അവിടെയാണ് ഇനി ആൾ കൂടുന്നതെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് മറ്റേ ക്ലീനിങ് മതി, അതാകുമ്പോൾ തൂത്തോണ്ട് നടക്കാമല്ലോ അതിലേക്ക്. അപ്പോൾ അങ്ങനെ ന്യൂസ് പിടിച്ച് അവിടെയും പോയി ഇവിടെയും പോയി പറഞ്ഞ് പോവാലോ. ശരിക്കും അനുമോൾ അങ്ങടേക്ക് പോവുകയാണ്. ജിഷനൊക്കെ വന്നപ്പോഴത്തേനേ വൻ കോൺഫിഡൻസ് അനുമോൾക്കുണ്ട്. വെസൽ ടീമിൽ നല്ല തരുണീ മണികളെയാണ് ഇട്ടിരിക്കുന്നത്. മസ്താനി, നോറ, രേണു സുധി, സാബുമാൻ, ബിന്നി എന്നീ ആളുകളെയാണ് ഈ വെസലിൽ ഇട്ടിരിക്കുന്നത്. കഴുകട്ടെ, നന്നായിട്ട് ഒരച്ച് കഴുകട്ടെ. മസ്താനിയൊക്കെ ഒരച്ച് കഴുകി കുളിച്ച് പുറത്തിറങ്ങേണ്ടി വരും. കാരണം അത്ര അധികം ചീത്തപ്പേരും നാറ്റപ്പേരും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 2 ദിവസം കൊണ്ട്. ഇവരുടെ ഒരു ക്വാളിറ്റിയൊക്കെ ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര ഇവർക്കൊന്നൊരു ടൈപ്പ് ഇവരുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ആ ഓൺലൈൻ മഞ്ഞ ചാനലുകളുടെ ഒരു മൈൻഡ് സെറ്റാണ്.
നമ്മൾ കാണുന്ന കാഴ്ചയല്ല അവർ കാണുന്നത്. അവർ നെഗറ്റിവിറ്റിയാണ് കാണുന്നത്, അവർ മഞ്ഞ കണ്ണിലാണ് കാണുന്നത്. അവർക്ക് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള സാധനമാണ് വേണ്ടത്. അവരുടെ ആ ഒരു കണ്ണിൽ നോക്കുന്ന സമയത്താണ് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാവുന്നത്. അവർ വന്ന സമയത്ത് തന്നെ ഒരു മഞ്ഞ ചാനലിൻ്റെ ആളല്ലേ, രേണു സുധി അല്ലേ കണ്ടൻറ് മേക്കർ, അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു സുധീനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇന്ന് നോക്കിയപ്പോൾ അത് ഏറ്റില്ല, അപ്പം മറ്റേ പുതപ്പ് പരിപാടി ടാർഗറ്റ് ചെയ്യുന്നു. ഇവരുടെ ഫീൽഡിൽ വരുന്ന അതാണ് മാസം എന്ന് അവർ വിചാരിക്കുന്നു. ഇനി ഫ്ലോർ ടീം അനീഷ്, അക്ബർ, ഷാനവാസ്, അപ്പാനി, അഭിലാഷ്, ക്യാപ്റ്റൻ അനീഷാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് അക്ബറും ഷാനവാസും വൻ അലമ്പ് ടീമുകളാണ്. അതേപോലെ തന്നെ അപ്പാനി ഉണ്ട്, അഭിലാഷ് ഉണ്ട്. അപ്പോൾ ഇവർ ടീമായിട്ട് അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം അവിടെയുണ്ട്. അതേപോലെ തന്നെ അനീഷും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടീമാണ് നെവിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാത്റൂം ഒനിൽ, റെന, ജിസേൽ, ആര്യൻ, ശൈത്യ എന്നിവരാണ് ബാത്റൂം വൃത്തിയാക്കേണ്ട ആളുകൾ. ആര്യൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെറുതെയാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ശരിയായിരിക്കും. ഈ അനിമോൾക്ക് എന്തുകൊണ്ടാണ് ആര്യനോട് വൻ കലിപ്പ്, ആര്യൻ എന്തുകൊണ്ടാണ് അനിമോളോട് തിരിച്ച് കലിപ്പ്? ആര്യൻ അനിമോളോട് വലിയ കലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സാരം. ആദ്യഘട്ടത്തിൽ ഈ അലമ്പുണ്ടാവുന്നത് എങ്ങനെയാണ്? ആര്യൻ കൂടുതലായിട്ട് ജിസേലിനോട് ഇടപെടുന്ന സമയത്ത് അനിമോൾ പോയി ചൊറിയാൻ തുടങ്ങി. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരെല്ലാവരും കേൾക്കുന്നു ആണുങ്ങളൊക്കെ മൊണ്ണകളാണ് എന്നുള്ളത്. അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ആര്യന് ചെറിയൊരു ദേഷ്യം വരുന്നു. അതിങ്ങനെ പതുക്കെ പുകഞ്ഞാണ് ഈ ഒരു അലമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ആര്യൻ ശൈത്യമൊക്കെ ഉള്ള ഒരു സമയത്ത് പറയുന്നു അനിമോൾക്ക് അസൂയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ശൈത്യ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പാനിയൊക്കെയുള്ള സമയത്താണ് പറയുന്നത്. നീ ജിസേലിനോട് കൂടുതലായിട്ട് അടുക്കുന്ന സമയത്താണ് അനിമോൾക്ക് ഈ ഒരു ദേഷ്യം വരുന്നത്. വൈൽഡ് കാർഡുകളായി വന്ന ആളുകളെ കുറിച്ചിട്ട് നിലവിൽ ഹൗസിലൊരു അഭിപ്രായമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ജിഷിൻ വളരെ മിടുക്കനായിട്ടുള്ളൊരു ഗെയിമറാണ്. ജിഷിൻ വന്നുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുമെന്നുള്ള കോൺഫിഡൻസ് അനിമോൾക്കുണ്ട്. എന്നാൽ ജിഷിൻ വെറും അനിമോളുടെ ഭാഷയിൽ പറയുന്ന തരത്തിലുള്ളൊരു ടീമാണ് എന്ന് കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. ജിഷിൻ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ കിടിച്ചു കയറുകയാണ്. ആ ഒരു പുതപ്പിൻ്റെ ആ ഒരു പുതപ്പിനകത്തോട്ട് വരെ കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പുള്ളി കണ്ടിട്ടില്ല, പുള്ളി ഊഹിക്കുകയാണ്. അനിമോള് പറ, ഉറപ്പുണ്ടോ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ട്? എന്ത് തെറ്റ്? ശരി, ഇയാളാരാണ്? ഇയാൾ അതിനകത്തോട്ടൊരു എട്ടായി കളിക്കാൻ വേണ്ടി ഇടിച്ചു കയറുന്നു. ഇതിനുശേഷം പണി വേഴ്സസ് തുണി എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പണിപ്പുര ടാസ്ക്കാണ്. വൈൽഡ് കാർഡുകളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കാണ് ഈ പണിപ്പുര ടാസ്ക് ചെയ്യാനായിട്ടുള്ള അവസരം. 10 സെക്കൻഡ് ഉണ്ട്, 5 ദിവസമുണ്ട്. അതിനകത്ത് ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾക്കൊപ്പം ബോംബുകളുണ്ട്. അത് നിലവിലുള്ള കണ്ടസ്റ്റൻസിന്, നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനുള്ള ബോംബുകളാണ്. അതിൽ സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ബിഗ് ബോംബുകളുണ്ട്. ഇവരകത്തേക്ക് വന്നപ്പോഴത്തേന് ഗെയിമാണല്ലോ, അവിടെ തൂക്കിയിടുന്ന പ്രോപ്പർട്ടികളായിട്ടുള്ള ബോംബൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് വന്ന് അതിനേക്കാൾ വലിയ വിറ്റ്. ഇവർ ഭയങ്കര ഗെയിമാണല്ലോ, ഇവർക്ക് സാധനം വേണ്ട, ഒരു തേങ്ങ വേണ്ട, ഗെയിം എന്ന് പറഞ്ഞാൽ മൈൻഡ് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുതിയലായിരുന്നു ആ ഒരു തീവ്രതയൊക്കെ അളക്കാൻ പറ്റുന്ന ഗെയിം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് 6 ബിഗ് ബോംബുകളും 2 സ്മോൾ ബോംബുകളും ഒരു മീഡിയം ബോംബും ഉണ്ടായിരുന്നു. വലിയ 6 പണികളാണ് കണ്ടസ്റ്റൻസിന് കിട്ടാൻ വേണ്ടിയിരിക്കുന്നത്. ഇതിന് ശേഷം അലമ്പ് തുടങ്ങുകയായി. ഈ വൈൽഡ് കാർഡുകളായി വന്ന കണ്ടസ്റ്റൻസ് പുറത്തുനിന്ന് കുറേയധികം കാര്യങ്ങൾ, ഒരു ലോഡ് കാര്യങ്ങളകത്തുകൊണ്ട് തട്ടുന്നുണ്ട്. ഇതിനൊന്നും ഒരു മാനദണ്ഡമൊന്നും ഇല്ലേടേ. നേരത്തെ ഒന്നും ഇത് പറ്റത്തുണ്ടായിരുന്നില്ല. ഇവരെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് പുറത്ത് എങ്ങനെയാണെന്നുള്ളത് അവർ പറഞ്ഞു. ആളുകൾ പിന്നെ മണ്ടന്മാരാണോ? അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവില്ലേ? നെവിനൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവീണും അതേപോലെ തന്നെ ആര്യനും തമ്മിലുള്ള ഒരു അലമ്പ് ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഈ തുണി വേഴ്സസ് പണി ടാസ്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഈ ബോംബുകളൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് ബിഗ് ബോസ് പ്രോപ്പർട്ടിയാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യൻ അവിടെ കിടന്നിട്ട് അവരെ കളിയാക്കിയ സമയത്ത് പ്രവീൺ പറഞ്ഞു, നീയൊക്കെ എങ്ങനെയാണ് ഗെയിം കളിച്ചത്, ടാസ്ക് കളിച്ചതെന്നുള്ളത് നമുക്കറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ 1-2 പറഞ്ഞ അലമ്പ്. ഇത് ബെഡ്റൂമിലേക്ക് വന്ന സമയത്ത് വേറെ ഒരു റേഞ്ചിലേക്ക് പോകുന്നു. ആര്യനൊരു ഗുണമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നും ഒരു യോഗ്യതയിൽ ഇവിടെ നിൽക്കാനെന്നും വെറുതെ പുതപ്പിനടിയിലും ഈ കട്ടിലും വന്ന് കിടക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നു. അതിങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും മസ്താനി പുറത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അകത്ത് കൊണ്ടേ തട്ടണമല്ലോ. വേറെ ഗെയിമൊന്നുമില്ല, അകത്ത് ഇതൊക്കെ പറയുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഒരു പരിപാടി. അല്ല വേറെ ഗെയിമായിട്ടൊന്നും എനിക്ക് അതിനുള്ള ഫോക്കസൊന്നും പുള്ളിക്കില്ല. മസ്താനി പറയുന്നു പുതപ്പ്. അപ്പോഴത്തേന് പ്രവീണ പുതപ്പ് അത് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്നു. അപ്പോൾ പാവം അനിമോള് കിച്ചണിലാണല്ലോ കണ്ടൻറ്റ്, അതുകൊണ്ട് കിച്ചണിൽ കിടന്ന് ഇളക്കാണ്. അപ്പോൾ അനിമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നടക്കുന്നില്ല പരിപാടി. അതിങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേനാണ് റെന കരയുന്നത് നിങ്ങൾ കണ്ടത്. അതെന്താണ് സംഭവം? ഈ റെന ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞിരുന്നു, ഇവർ വന്ന ആ ഒരു സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുറത്തുണ്ട് എന്നുള്ളത്. ആ ഒരു മസാജിങ്ങിൻ്റെ കാര്യം, മസാജിങ് എന്നുള്ളതാണ് ആദ്യം ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയായിട്ട് ഇവരുടെ മൈൻഡിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് എത്തിയത്. പിന്നീട് ഈ ആര്യൻ്റെയും അതേപോലെ തന്നെ ജിസേലിൻ്റെയും കൂടെ റെന ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അത് വേറെ രീതിയായി. പിന്നെ അവിടെ റെന കരയുന്നു. അപ്പോൾ മസ്താനി കറക്റ്റ് കൊടുക്കുന്നു. റെന അങ്ങ് ഇല്ലാണ്ടായി പോകുന്നു.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിന് പേടിയായിപ്പോയി. മസ്താനി ശരിക്കും പറഞ്ഞാൽ റെനയ്ക്കായിട്ട് ഇറക്കുന്ന ഗെയിം ക്രൂരമായിട്ടുള്ള ഗെയിമാണ്. റെനയ്ക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, പക്ഷെ ആ ഒരു നെഗറ്റീവ് ഈ ഒരു രീതിക്കല്ല. ഇത്ര ഹെയ്റ്റ് ഇല്ല ആളുകൾക്ക്. ആ ഒരു ഹെയ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കുട്ടിലെ മെൻറ്റാലിറ്റി വെച്ചിട്ട് ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുകയാണ്. ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനയ്ക്കും മസ്താനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. ശരിക്കും മസ്താനിയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന റേഞ്ചിലുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നല്ലോ ഒരു കാലത്ത് റെന. അപ്പോൾ ഇവർ ഈ ചെറിയ കമിതാക്കളൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ എടുക്കും. അപ്പോൾ ഇവർ കമ്പനിക്കാരാണ്. ഈ മസ്താനിയുടെ എന്തോ ഒരു ലവ് ഫെയിലിയർ കഥയൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ റീലുകളിൽ കൂടെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെന അത് പറഞ്ഞിട്ടാണ് പറയുന്നത് എനിക്കൊരു ലോയൽ ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോഴത്തേനും മസ്താനി പറയുന്നു അത് തിരിച്ച് ചെല്ലുമ്പോഴത്തേനും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് നീ ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേനും പിന്നെ കൊച്ചു പേടിച്ചു പോയില്ലേ, ചെറിയ കൊച്ചല്ലേ, ചെറിയ കൊച്ചുങ്ങളൊക്കെ ആകുമ്പോൾ പേടിച്ചു പോകും, വലിയ ചെറുക്കന്മാരായിട്ടുള്ള ആളുകൾ പേടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗെയിം വൻ നെഗറ്റീവായിട്ട് അവരെ തളർത്തുന്ന തരത്തിലേക്കുള്ളൊരു ഗെയിം. പുറത്തിറങ്ങിയാൽ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചു പേടിക്കില്ലേ. വൈൽഡ് കാർഡ്സ് വന്നപ്പോഴത്തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസ് വയ്യാണ്ടായിപ്പോയി. വയ്യാണ്ടായ ആൾക്കാരിൽ പ്രധാനിയാണ് ഷാനവാസ്, ജിസേലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്, റെന, ആര്യൻ, പിന്നെ അനിമോൾ. ഓക്കെ, അനിമോൾക്ക് അറിയില്ലല്ലോ, അതിനുള്ളൊരു ബോധമില്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അവർ സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു, അവരില്ലാണ്ടായിപ്പോയി. ഷാനവാസ് കരയുന്നു, റെന കരയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നു, ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോയി. ഇതിന് ശേഷം ആദ്യത്തെ ഒരു വലിയ പണി അനൗൺസ് ചെയ്യുകയാണ്. നല്ലൊരു പണിയായിരുന്നു. ഒരാൾക്ക് എൻ്റർ സീസണിൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അത് ആരാണ് എന്ന് തിരഞ്ഞെടുക്കണം. ഇവരാലോചിച്ച് തിരഞ്ഞെടുക്കണം. വൈൽഡ് കാർഡുകൾ ആലോചിച്ച് അക്ബറിനെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ എന്ത് വിഡ്ഢി ഗെയിമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് വിഡ്ഢി ഗെയിമാണ്. ക്യാപ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ആവും ഒരാഴ്ച എന്നുള്ളതല്ലാതെ വേറെ വലിയ ഗുണമുള്ള സംഗതിയൊന്നുമില്ല. ക്യാപ്റ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്, തലപിരിപ്പിക്കാൻ പറ്റും. ഷാനവാസൊക്കെ കണ്ടില്ലേ കിളി പോയിരിക്കുന്നത്. അവർ അക്ബറിനെ ഫേവറേറ്റിസം, ഗ്രൂപ്പിസം, ക്രൂക്ഡ് ആൻഡ് കണ്ണിങ് ഗെയിം എന്നീ കാരണങ്ങൾ പറഞ്ഞിട്ട് ക്യാപ്റ്റൻസിലേക്ക് മത്സരിക്കാൻ പറ്റില്ലാത്ത കണ്ടസ്റ്റൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇതിനുശേഷമാണ് മെയിനായിട്ടുള്ള അലമ്പ് തുടങ്ങുന്നത്. ഈ ജിഷിൻ ആര്യൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിഷിൻ നൈസായിട്ട് ചൊറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൊറിച്ചിലിനിടയിലാണ് അനിമോൾ, ജിഷിൻ്റെ കൂട്ടുകാരിയൊക്കെ ആണല്ലോ, അപ്പോൾ അനിമോളും നൈസായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അനിമോളെ ട്രിഗർ ചെയ്തു ആര്യൻ. പക്ഷേ അനിമോളെ ട്രിഗർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അനിമോൾ ഇത് ഇന്നലെ പറയണോ, ഇന്ന് പറയണോ, ഞാൻ ആദ്യം പറയണോ, ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ, എനിക്കിത് പറഞ്ഞിട്ട് ക്രെഡിറ്റ് നേടണോ എന്നൊക്കെയുള്ള ചിന്തയായതുകൊണ്ട് ഇത് പറയാൻ വേണ്ടി മുട്ടി അടക്കാണല്ലോ. അങ്ങനെയാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്. ആര്യൻ വേസ്റ്റ് എന്ന് അനുമോളെ വിളിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ട് എല്ലാം, പോടാ അലവലാതി എന്നൊക്കെ അനുമോള് തിരിച്ചു വിളിക്കുന്നു. ഇതിന് ശേഷം അലമ്പ് തുടങ്ങിയാണ്. നിവിൻ അത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആര്യനെയും ജിസയിലിനെയും മോശമായ ഒരു സാഹചര്യത്തിൽ അനുമോൾ കണ്ടു എന്നാണ് പറയുന്നത്. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവരെ ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നിക്ക് മോനെ നിക്ക്, കാണിക്കാൻ പോലത്തെ കാര്യം നിങ്ങൾ എന്താ കാണിച്ചത്? അനു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേൾപ്പിച്ചല്ലോ. ഇതിലൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ഇത്ര ബോധമില്ലാത്ത ഒരാളുടെ ഈ ഒരു പ്രവൃത്തികളെ കുറിച്ചിട്ട് എന്താണ് നമ്മൾ പറയുന്നത്? അവരുടെ ചിന്താഗതിയെ കുറിച്ചിട്ടല്ലാതെ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്? ഒരു ഗെയിം കളിക്കുന്നു. ആര്യനൊരു ലൈഫുണ്ട്, ജിസേലിനൊരു ലൈഫുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തോ അവരെ നന്നാക്കാൻ വേണ്ടിയാണ് എന്നുള്ള കപട വാദം വെച്ചിട്ട് അനു പറയുകയാണ്. അവർ ആദ്യ ദിവസം അങ്ങോട്ട് തലവെച്ച് ഇങ്ങോട്ട് തലവെച്ച് കിടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അത് അങ്ങനെയായി. പിന്നെ കാണാൻ പാടില്ലാത്തൊക്കെ കണ്ടു. അനുവിന് എന്ത് കാണാൻ പാടില്ലാത്ത അനു കണ്ടത്? ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ല. വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ അങ്ങ് ഇല്ലാണ്ടാവുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടാവണം. അതിന് മറ്റേ വീഡിയോ ഇട്ട് കാണിച്ചിട്ട് ഉള്ള പരിപാടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം വീഡിയോ ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ഒന്നും നമുക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. എന്ത് മോശമായിട്ടുള്ള എന്ത് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? ഈ പറയുന്ന ആളുകളുടെ ഏതെങ്കിലും ഒരു ആക്ട് ഗെയിമിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്തോ ഏതെങ്കിലും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നും അല്ലല്ലോ, ഇതൊന്നും അഫക്റ്റ് ചെയ്യാത്തൊരു കാര്യമല്ലേ. പക വീട്ടാൻ വേണ്ടി ഒരാൾക്കെതിരെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ഏറ്റവും വേസ്റ്റായിട്ട് ചെയ്യാമോ അതാണ് അനുമോൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണമൊക്കെ ഉണ്ടായിരിക്കുന്നു. ആരോപണത്തിൽ എന്താണുള്ളത്?
പരാതിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് കളക്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. ഉണ്ടായിരുന്ന ആരോപണം അയാളും വേറൊരാളും തമ്മിലുള്ള ലൈംഗിക ബന്ധവും അവിടെ ഉണ്ടായ ഒരു ഗർഭമാണ്. ആ ഒരു ഗർഭം നമ്മൾ ചുമക്കണില്ല. ആ ഒരു ഗർഭം ഉണ്ടായ ആൾക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? ഇതേ സാധനമാണ്. അവർ അവിടെ ഉമ്മ വെച്ചെന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് കിടന്നെന്നോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അനിമോളുടെ ഈ ഒരു പ്രഹസനങ്ങളിലേക്ക് വല്ലാണ്ട് ഇടപെടുന്ന 2 ടീമുകളാണുള്ളത്. വേറെ ആൾക്കാരുണ്ട് അതിനകത്ത് റോങ് ആയിട്ട് ഇടപെടുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുന്ന വിഴുപ്പിൽ നിന്ന് എന്തെങ്കിലും പറക്കാൻ വരുന്ന ടീം ജിഷിനും അതേപോലെ തന്നെ അഭിലാഷ് ഇടയ്ക്ക് വന്നിട്ടൊരു ചെറിയ പ്രഹസനം കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിനുശേഷം ഇവർ എങ്ങനെയാണ് ഈ ഒരു ആക്ട് ഉണ്ടായെന്നൊക്കെ സദസ്സ് കൂടി നിന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. എങ്ങനെയാണ്, എന്താണ് കണ്ടത്? ഞങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്റ്റേണായിട്ട് പറയാൻ, നിലപാടോടെ പറയാൻ പറ്റുന്ന ഒരു മജോറിറ്റി അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന സീസണിലുള്ള ഒരുത്തനെയും ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള മെയിൻ റീസണാണ്. ഒരു ക്വാളിറ്റി ഇല്ല. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വളരെ നേരത്തെയാണ് ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ്റെ താഴെ അണിനിരക്കാനായിട്ട് ഏതെങ്കിലും ടീംസ് പോയിട്ടുണ്ടെങ്കിൽ വളരെ നേരത്തെയാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആണ്. അതിനുശേഷം ആര്യൻ കരഞ്ഞുകൊണ്ട്, ആ ചെറുക്കൻ അങ്ങനെയാണ്, അവൻ വെറുപ്പിക്കലൊക്കെയാണ്, പക്ഷേ വലിയ ആരോപണമല്ലേ വന്നിരിക്കുന്നത്. കരഞ്ഞോണ്ട് പോകുന്ന സമയത്ത് ഇവറ്റകൾ ചിരിക്കുന്നു, അനിമോളും മസ്താനിയും കൂടെ ചിരിക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ എന്ത് പറയാനായിട്ടാണ്? ഞാൻ ഓരോ ആളുകളുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇതിനകത്ത് ഇപ്പം നൂറയുണ്ട്, ആദിലുണ്ട്, ശൈത്യയുണ്ട്, പിന്നെ ബിന്നിയുണ്ട്. എല്ലാ ആൾക്കാരും ഇതെന്തോ ഒരു മോശമായിട്ടുള്ള സംഭവമാണ്. ഞങ്ങൾക്കിതിൽ സത്യമുണ്ടോ എന്നറിയില്ല. സത്യമുണ്ടോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അനിമോളെ എതിർക്കുന്നതോ അല്ലെങ്കിൽ അനുകൂലിക്കുന്നതോ ഒന്നുമില്ല. അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ളൊരു നിലപാട് വേണം. ആ ഒരു നിലപാടൊക്കെ എന്താണ് എന്നുള്ളതും ആ ഒരു നിലപാട് പറയേണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് ഇത്രയധികം സൈബർ അറ്റാക്ക്, സദാചാര പോലീസിങ് നേരിട്ട് ആദിലേക്ക് നൂറയ്ക്കൊക്കെ അറിയാം. നൂറയ്ക്കൊന്നും പിന്നെ ബോധമില്ലാന്നെങ്കിലും വയ്ക്കുക, ആദിലേക്ക് അതറിയാം. പക്ഷെ അത് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ഞങ്ങളിനി ഈ മോശം ആക്റ്റൊക്കെ ചെയ്യുന്ന, കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് ആരെങ്കിലും പറയുമെന്ന് പഠിച്ചിട്ടാണ് എല്ലാ പെണ്ണുങ്ങളും അത് തന്നെയാണ് അവിടെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ ഒനിയിൽ പറഞ്ഞ ഒരു പോയിന്റ് കൃത്യമാണ്. മുന്നേ പറയുന്ന സമയത്ത് വെറുതെ ആരോപണമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അനുവിൻ്റെ ഈ ഒരു അപ്രോച്ച് വെച്ചിട്ട് ഒനിയിൽ പറഞ്ഞത് വളരെ കൃത്യമാണ്. അനുവിനൊന്നും ശരിയല്ല. അക്ബറിൻ്റെ നോട്ടം ശരിയല്ല, ആണുങ്ങൾ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. മൊത്തത്തിൽ എല്ലാത്തിനെയും ഒരു മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണിലാണ് അനുമോൾ നോക്കി കാണുന്നത്. ഷാനവാസിൻ്റെ കാട്ടിലൊക്കെ വലിയ റേഞ്ചിലുള്ള സദാചാരവാദിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതും ഈ ഏറ്റവും രീതിയിൽ, ടോക്സിക് ആയിട്ടുള്ള രീതിയിലേക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ പുതിയ ടീം രൂപപ്പെട്ട് വരികയാണ്, മസ്താനി, അനു. കാരണം ബാക്കിയുള്ള ആളുകൾ റിയലൈസ് ചെയ്യും, ബാക്കിയുള്ള ആളുകളുടെ കോൺവെർസേഷനിൽ നിന്നിട്ട് മനസ്സിലാവും ഇവരുടെ കൂടെ നിൽക്കേണ്ട എന്നുള്ളത്. അതിലെന്നൂറേക്ക് ഇപ്പോൾ തന്നെ അനുവിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ശൈത്യയെ അനു ഒഴിവാക്കിയതുപോലെയും ശൈത്യ ഒഴിവാക്കിയതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഹൗസിലെ കാര്യങ്ങൾ. ഇത് ബാഡ് ഗെയിമാണ്. ഏതായാലും നല്ല അനു ഉറപ്പ് കൊടുത്തതുപോലെയുള്ള റേറ്റിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നെഗറ്റീവായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം വരെ അനുമോളെ നിർത്താനായിട്ട് ബിഗ് ബോസിന് വലിയ ഇഷ്ടമായിരിക്കും. പക്ഷേ അനുമോൾ പിന്നെ പുറത്തിറങ്ങി മുന്നേ ഉള്ള ചില കണ്ടസ്റ്റൻസ് ഇങ്ങനെ പരാതിയും പരിഭവം പറഞ്ഞ് നടക്കുന്നത് പോലെ നടക്കേണ്ടി വരും. അയ്യോ അവിടെ അങ്ങനെയാണ്, അവർ അവിടെ ഉള്ളതൊന്നുമല്ല പുറത്ത് കാണിക്കുന്നത്, നമ്മളെ നെഗറ്റീവ് ആക്കുന്നത്, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചതിൽ നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള നിലവിളിയും കരച്ചിലും ജീവിതങ്ങളും കോഞ്ഞാട്ടയാവുന്ന ജീവിതങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് ഓരോ ആളുകളും പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ അന്ന് ഞാൻ കുറച്ചും കൂടെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ കൊല്ലം കഴിയുമ്പോഴും മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോട്ടെ, ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സൈബർ അറ്റാക്കിങ്, സൈബർ ബുള്ളിങ്, ഷെയ്മിങ്, അതിൽ നിന്നൊക്കെ കണ്ടസ്റ്റൻസിനെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വേണം റിവ്യൂസൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ 2 സീസൺ റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഷോ എന്നും എന്താണ് ഈ ഷോയിൽ കൂടെ പുറത്തേക്ക് അവർ വിടുന്നതെന്നും അത് അവരുടെ കച്ചവടമാണെന്നും നിങ്ങൾ ആരാണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ഈ ഷോസൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ട് വീണ്ടും ഇതിലേക്ക് പോയി തലവെച്ച് കൊടുക്കുന്ന ആൾക്കാരെ നമ്മളെന്തിനാണ് കൂടുതൽ സഹായിക്കാൻ വേണ്ടി പോണേ? TRP ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു, റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു, പൈസ വാങ്ങണമല്ലേ? സ്റ്റാർ മാജിക്കിൽ അങ്ങനെ ആയിരുന്നായിരിക്കാം, പൈസയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന തരത്തിലേക്കുള്ള കോമാളിത്തരങ്ങളും കോപ്രായതരങ്ങളും ചാളി സാധനങ്ങളും ചെയ്യണമായിരുന്നായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നിലപാടും വ്യക്തിത്വവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ വിൽക്കപ്പെടാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനായിട്ടാണ്? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.